ഹലോ. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, സോഷ്യൽ മീഡിയയിൽ വരുന്ന ആഡുകൾ കണ്ടിട്ട് കണ്ണും പൂട്ടിപ്പോയി ചാടാൻ നിൽക്കരുത്. ചാടിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ പോലെ അവസ്ഥ. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, റീസെൻ്റ്ലി ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു ലിപ്സ്റ്റിക്കിൻ്റെ ആഡ് കണ്ടിട്ട് ഒരു ലിപ്സ്റ്റിക്ക് ഞാനും ഓർഡർ ചെയ്തിരുന്നു. കാണാൻ നല്ല അടിപൊളി ലുക്കായിരുന്നു. ലിപ് ഗ്ലോസും ലിപ്സ്റ്റിക്കും ചേർന്ന് വരുന്ന ഒരു സെറ്റാണിത്. അത് കാണിച്ചു തരാം. അപ്പോൾ ഇതായിരുന്നു ആ ലിപ്സ്റ്റിക്ക്, ഞാൻ ഓർഡർ ചെയ്ത ലിപ്സ്റ്റിക്ക്. സ്റ്റേസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 05 ഐ എം ഹാപ്പി എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ഞാൻ ഓർഡർ ചെയ്തത്. അതിന് 3 ഷെയ്ഡേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉള്ള ഷെയ്ഡിൽ എനിക്ക് പെർഫെക്റ്റ് മാച്ച് ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ച് വാങ്ങിയതായിരുന്നു ഈ ഷെയ്ഡ്. 450 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അങ്ങനെ വാങ്ങിയിട്ട് ഡെലിവറി ആയതിനു ശേഷം ഞാനിത് അപ്ലൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് എനിക്ക് ഓക്കെ അല്ലായിരുന്നു, കംപ്ലീറ്റ്ലി ഓക്കെ അല്ല എന്ന് എനിക്ക് ഫീൽ ആയത്. അപ്പോഴാണ് ഞാൻ തന്നെ ആ സത്യം മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഇത് എവിടുന്നാണ് ഞാൻ വാങ്ങിയത്, ഇതിപ്പോൾ റിട്ടേൺ ചെയ്യാൻ ഞാൻ ഏത് ആപ്ലിക്കേഷനോ എടുക്കേണ്ടത് എന്നൊക്കെ അപ്പോഴാണ് ഞാൻ ആലോചിച്ച് തുടങ്ങുന്നത്. അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഇതിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ആപ്ലിക്കേഷൻ ഇല്ല. സ്റ്റേസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആപ്ലിക്കേഷൻ ഇല്ല. ഗൂഗിളിൽ പോയിട്ട് ഇവരുടെ ഏതോ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് റിട്ടേൺ റിക്വസ്റ്റ് ചെയ്യണം നമ്മൾ. അപ്പോൾ അവർ കോൾ ചെയ്യും. എന്നിട്ട് അവർ പറയും, നിങ്ങൾ സെലക്ട് ചെയ്ത സെയിം ഷെയ്ഡാണ് നമ്മൾ ഡെലിവർ ചെയ്തിട്ടുള്ളത്, അപ്പോൾ റിട്ടേൺ ഓപ്ഷൻ ഇല്ല എന്ന്. അപ്പം ഞാൻ ആരാണ്? ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതായിരുന്നു ആ ഒരു ലിപ്സ്റ്റിക്ക്. സോ എൻ്റെ ലിപ്സ്റ്റിക്ക് ഞാൻ ഇട്ടത് ഉണങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മേലെ നമുക്ക് ഈ ലിപ് ഗ്ലോസും കൂടി ഇടാം. ലിപ് ഗ്ലോസും കൂടി ഇട്ടപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. സ്റ്റേസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ, എക്സ്പെഷ്യലി മൈ ഗേൾസ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഷെയ്ഡിനെ കുറിച്ചിട്ട് 200% ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ മാത്രം വാങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് റിട്ടേൺ അയക്കാൻ പറ്റൂല, പൈസയും പോകും. സോ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞപ്പം ഇതാണ് ഈ ഒരു ലുക്ക് വരുന്നത്. അവർ പറഞ്ഞു, നിങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ള സെയിം ഷെയ്ഡാണ് ഞങ്ങൾ ഡെലിവറി ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ റിട്ടേൺ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പൈസ പോയി, അത്രയേ ഉള്ളൂ. പിന്നെ അതൊക്കെ പറഞ്ഞ് റിട്ടേൺ ഓപ്ഷൻ ഇല്ല എന്ന് മനസ്സിലായി. എല്ലാതും നമ്മളുടെ ഫ്ലിപ്കാർട്ട് പോലെയും മീഷോനെ പോലെ ഒന്നും ആവില്ലല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പം തന്നെ എടുത്ത് റിട്ടേൺ അയക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മനസ്സിനെ സമാധാനിപ്പിച്ചുവെങ്കിലും എൻ്റെ പ്രശ്നം ഇനിയും തീരുന്നില്ല. കാരണം ഇത് ലോങ് ലാസ്റ്റിംഗ് അല്ല. വെറും 3 മണിക്കൂർ പോലും ഇത് സ്റ്റേ ചെയ്യുന്നില്ല. ഇതിൻ്റെ ഹൈപ്പും ഞാൻ കണ്ടിട്ടുള്ള ആഡുകൾ, എത്രയോ ആഡുകളുണ്ട് സ്റ്റേസിൻ്റെ ഈ ബ്രാൻഡിനെ കുറിച്ചിട്ട്, ലിപ്സ്റ്റിക്കിനെ കുറിച്ചിട്ട്. ഒരിക്കലും ആരും വിശ്വസിക്കാതിരിക്കുക, ഇത് ലോങ് ലാസ്റ്റിംഗ് അല്ല. 450 രൂപ വെള്ളത്തിലാവും ആരാണെങ്കിലും. എക്സ്പെഷ്യലി ഗേൾസിനോടാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ പ്രത്യേകിച്ച് നല്ല നല്ല ലിപ്സ്റ്റിക്കും കളറൊക്കെ അവർ വീഡിയോയും കുന്ത്രാണ്ടും ക്ലാരിറ്റിയും ഒക്കെ കുത്തിക്കയറ്റിയിട്ടായിരിക്കും ആ ഒരു വൈബ് കിട്ടുന്നത്, ആ ഒരു വീഡിയോസിന്, ലിപ്സ്റ്റിക്കിന്. അത് കണ്ടിട്ടാണ് നമ്മളും ഓർഡർ ചെയ്യുന്നത്. സ്റ്റേസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്ക് നിങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക. റിട്ടേൺ ഓപ്ഷനും ഇല്ല. അവരുടെ ഒരു ലിങ്കിലോ റിവ്യൂലോ ഒന്നിലും റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് അവർ പറഞ്ഞിട്ടേ ഇല്ല. നമ്മളത് കുത്തി എഴുതി സെർച്ച് ചെയ്ത് എന്നിട്ടൊക്കെ വേണം ഇത് റിട്ടേൺ അയക്കാൻ വേണ്ടിയിട്ട്. അതും അവർക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ട് നമ്മൾ പറഞ്ഞ ഷെയ്ഡ് അല്ലാണ്ട് അവർ വേറെ വല്ലതും ആണ് ഡെലിവറി ചെയ്തിട്ടുള്ളതെങ്കിൽ മാത്രം അവർ റിട്ടേൺ ഓപ്ഷൻ തരുന്നുള്ളൂ, അല്ലെങ്കിൽ തരൂല. സോ എല്ലാവരും ശ്രദ്ധിക്കുക. എനിക്കോ പറ്റി, പൈസ പോയി, നിങ്ങൾക്കിത് പറ്റാണ്ടിരിക്കട്ടെ. ഓക്കെ.